10 ഖാഫുകളുള്ള 5 ആയത്തുകളുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഈ 10 ഖാഫുകളുള്ള 5 ആയത്തുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ 5 ആയത്തുകൾ എല്ലാ ദിവസവും പതിവായി ഓതിക്കഴിഞ്ഞാൽ ശത്രുക്കളുടെ ശത്രുതയെത്തൊട്ടും അസൂയാലുക്കളുടെ അസൂയത്തൊട്ടും ചതിയന്മാരുടെ ചതിയെത്തൊട്ടും എല്ലാ ദോഷങ്ങളെത്തൊട്ടും ആഫത്ത് മുസീബത്തുകളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിക്കുന്നതാണ്. ഏത് ശത്രുക്കളും അവൻ്റെ മുന്നിൽ പരാജയപ്പെടുന്നതും എല്ലാ കാര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇടപെടുന്ന എല്ലാ വിഷയങ്ങളിലും അവന് വിജയം നൽകുകയും ചെയ്യുന്നതാണ്. സിഹർ, ഐന്, കണ്ണേറ്, നാവേറ് തുടങ്ങി പൈശാചികമായിട്ടുള്ള ഷെറുകൾ, കഠിനമായ സിഹറാണെങ്കിലും എത്ര പഴക്കമുള്ള സിഹറാണെങ്കിലും ഈ ആയത്ത് പതിവായി ഓതുന്നവനാണോ അതൊന്നും അവനെതിരെ ഫലിക്കില്ല എന്നുള്ളതാണ്. അതൊക്കെ തിരിച്ചവനിലേക്ക് തന്നെ മടങ്ങാൻ കാരണമാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആയത്ത് സ്ഥിരമായി പതിവാക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. 10 ഖാഫുകളുള്ള ഈ 5 ആയത്തുകളെക്കുറിച്ച് നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്, മുമ്പ് പറഞ്ഞതാണ്. ആത്മാർത്ഥമായിട്ട് കേൾക്കാത്തവർ ഒരു തവണയെങ്കിലും കേട്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി ശ്രമിച്ചാൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഈ ആയത്തുകളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ സ്ക്രീനിൽ കൃത്യമായി എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്, അതിനനുസരിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഈ 5 ആയത്തുകൾ സ്ഥിരമായി പാരായണം ചെയ്യുന്നവർക്ക് അഭൗതികമായ രൂപത്തിലുള്ള സഹായമുണ്ടാകും. ഒരു ജിന്നിൻ്റെ സഹായം സ്ഥിരമായി ഓതുന്നവർക്ക് അവൻ ഇടപെടുന്ന മേഖലയിൽ എല്ലാ സമയത്തും ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നുവരെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കുത്തുബുകളുടെ കുത്തുബിനെ ഒരാൾ കാണുകയുണ്ടായി. എനിക്കെന്തെങ്കിലും പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ കുത്തുബുകളുടെ കുത്തുബായ അവർ പറഞ്ഞു കൊടുത്തത്, ഈ 5 ആയത്തുകൾ കാണാതെ പഠിച്ചു വെച്ചോ, നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും ഈ 5 ആയത്തുകൾ എഴുതിയിട്ടുള്ള വെള്ളം രോഗശിഫായിന് വേണ്ടി കുടിച്ചാൽ അവൻ്റെ ശരീരത്തിൽ അവൻ അറിയുന്നതും അറിയാത്തതുമായ 1000 രോഗങ്ങൾക്ക് അത് ശിഫയാണെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആ 5 ആയത്തുകളുണ്ട്, 10 ഖാഫുകളുള്ള. അത് ഇൻഷാ അല്ലാഹ് അവിടെ സ്ക്രീനിൽ നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട്. അതോടുകൂടെ തന്നെ ഇത് നമ്മൾ ഇതിൻ്റെ ക്ലിയറുള്ള നല്ല ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ഇതിൻ്റെ ഇമേജ് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ, ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇടുന്നുണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെച്ചാൽ നല്ല ക്ലാരിറ്റിയിൽ കിട്ടും, കൃത്യമായ ആയത്തുകളൊക്കെ മനസ്സിലാക്കുന്ന രൂപത്തിൽ കിട്ടും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ആയത്തുകൾ പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തണം. പലരും അങ്ങനെ അല്ലാതെ വരുന്നതുകൊണ്ട് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. നമ്മൾ ഇത്തരം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെയല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ,
കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ്. ഓരോ ആയത്തിലും 10 ഖാഫുകളുള്ള 5 ആയത്തുകൾ എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള ആയത്തുകളാണ്. ഇതുകൊണ്ടുള്ള മുജറബായ ഒരുപാട് അമലുകളുണ്ട്. ആത്മീയ മേഖലയിൽ നിലകൊള്ളുന്ന ഒരുപാട് ആളുകൾക്ക് പരിഹാരമായിട്ട് നിൽക്കുന്ന അതിവിശിഷ്ടമായ ആ 10 ഖാഫുകളുള്ള 5 ആയത്തുകൾ നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഈ ആയത്തുകൾക്ക് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്, അത്ഭുത പൊരുളുകളുണ്ട്, രഹസ്യ പൊരുളുകളുണ്ട്, അനേകം പ്രയോജനങ്ങളും പ്രയോഗങ്ങളും ഇതിന് പിന്നിലുണ്ട്. മഹാന്മാർ പറയുന്നുണ്ട്, ഖംസൂന ഖാഫൻ ഫിൽ കിതാബിൽ ആലി എന്ന് പറഞ്ഞൊരു ബൈത്തന്നുണ്ട്. ആ 50 ഖാഫുകളുള്ള വിശുദ്ധ ഖുർആനിൽ 5 ആയത്തുകളിൽ 10 ഖാഫുകൾ ഉണ്ടാകുമ്പോൾ ഈ 5 ആയത്തുകളിലും കൂടിയിട്ട് 50 ഖാഫുകൾ ഉണ്ടാകും. അങ്ങനത്തെ ഈ 50 ഖാഫുകളുള്ള ഈ ആയത്തുകൾ ഏത് വിഷയത്തിലേക്ക് ഇറങ്ങുന്ന സമയത്തും ഫബ്ദഅ ബിസ്മില്ലാഹി ദിൽ ജലാലി സുമ്മ അത്മിമിൽ ആയാതി ബിത്തവാലി, ഇങ്ങനെ തുടർച്ചയായിട്ട് ഇതിങ്ങനെ ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട് ഏത് വിഷയത്തിലേക്കാണോ ഇറങ്ങുന്നത് തീർച്ചയായും ആ വിഷയത്തിൽ അവന് വലിയ വിജയമുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ 10 ആയത്തുകളുടെ പ്രത്യേകതയെപ്പറ്റി ഒരു പുണ്യാത്മാവ് മഹാന് പറയുന്നുണ്ട്. ശത്രുക്കളുമായി ഏറ്റുമുട്ടുമ്പോൾ ഇത് എഴുതി ചുമന്നാൽ അയാളിൽ ഒരു പോറൽ പോലും ഏൽക്കില്ല. ഏറ്റുമുട്ടൽ എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ മറുപക്ഷത്തിരിക്കുന്ന നമ്മോട് അസൂയയുള്ള നമ്മുടെ ശത്രുക്കൾ, ഇവരൊക്കെ നമുക്കെതിരെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഒരു വാക്ക് മതി. നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ അവിടെ പോണ്ടട്ടോ, അത് ശരിയല്ല കേട്ടോ. അത്തരം നാക്കുകൾ പോലെ നിശ്ചലമാക്കാൻ കഴിവുള്ള അതിവിശിഷ്ടമായ 10 ഖാഫുകളുള്ള 5 ആയത്തുകൾ. ശത്രുക്കൾ തോറ്റോടും. അയാളുമായി ആര് തർക്കിച്ചാലും ആ തർക്കത്തിൽ സത്യം അവൻ്റെ ഭാഗത്താണെങ്കിൽ തീർച്ചയായും അവന് തളർന്നു പോകുകയില്ല. ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അയാൾക്ക് അംഗീകാരവും സ്ഥാനമാനങ്ങളും ഉണ്ടാകും. അധികാരം അയാൾ സമീപിച്ചാൽ ഉദ്ദേശങ്ങളെല്ലാം വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടും. അവരുടെ കുതന്ത്രങ്ങളൊന്നും ഫലിക്കില്ല. ജിന്നിൽ നിന്നും ഇൻസിൽ നിന്നും പിശാചിൽ നിന്നുമെല്ലാം രക്ഷയാണ് ഈ 10 ഖാഫുകളുള്ള 5 ആയത്തുകൾ. ഇത് അറിയിച്ച് ഇത് കൃത്യമായി മനസ്സിലാക്കി അറിഞ്ഞു ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് അള്ളാഹു വലിയ ഗുണങ്ങൾ നൽകും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മഹാൻ പറയുന്നുണ്ട്, 50 ഖാഫുകളുള്ള 5 ആയത്തുകൾ ശത്രുവിൻ്റെ മുമ്പിൽ വെച്ച് ഓതിയാൽ ആ ശത്രു തോറ്റോടുന്നതാണ്. നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ 5 ആയത്തുകൾ എന്ന് പറയുന്നത് കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല. ഇത് മനസ്സിലാക്കാനും പഠിക്കാനും നിങ്ങളിത് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കണം. ഇത് മുമ്പ് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് താഴെ ഒന്ന് എഴുതി അറിയിക്കണം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പതിവാക്കുന്നവരുണ്ടെങ്കിൽ അതും അറിയിക്കണേ. ഒരു ശത്രുവിനും നമ്മെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഓതുമ്പോൾ പാപങ്ങളിൽ നിന്നും ആഫത്തുകളിൽ നിന്നും വരെ നമ്മൾ സുരക്ഷിതരാകുമെന്നാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആയത്തുകൾ നമ്മൾ പ്രത്യേകമായിട്ട് എഴുതി കെട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ശത്രു നമ്മോട് എപ്പോഴും അഭിമുഖമായി നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെ നിന്നിട്ട് നമ്മളോട് എപ്പോഴും സംസാരിക്കും. ആ ഏരിയയെ അഭിമുഖീകരിക്കുന്ന ഭാഗത്ത് എഴുതി വെക്കുകയാണെങ്കിൽ അത് ശത്രുവിൻ്റെ മനസ്സ് തകർക്കാനും നമുക്കെതിരെ അയാളുടെ ചിന്തകളും പ്രവർത്തനങ്ങളും ഇല്ലാതിരിക്കാനും ശത്രു തോറ്റോടാനും കാരണമാകും. ഇത് പലതവണ പരീക്ഷിച്ച് ഫലം കണ്ടതാണെന്ന് അനുഭവസ്ഥർ പറയുന്നുമുണ്ട്. അത്രയും വളരെ ശ്രേഷ്ഠതയേറിയ 10 ഖാഫുകളുള്ള 5 ആയത്തുകളാണ് മഹാനരായ ഷെയ്ഖ് ഗൗസുൽ ആളം ഖുതുബുൽ അഖ്താബ് അഷ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ അലിയാര് തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഹാനവറുകൾ പറയുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞതായിട്ട് ഓരോ ആയത്തിലും 10 ഖാഫുകളുള്ള മഹത്തായ ഈ 5 ആയത്തുകൾ ഒരാൾ ദിവസേന പതിവാക്കുകയാണ്, അല്ലെങ്കിൽ ഇത് എഴുതിക്കെട്ടുകയാണ്,
അതുമല്ലെങ്കിൽ ഇതിലെ അക്ഷരങ്ങൾക്കനുസരിച്ച് ബസ്തു ചെയ്തത് കളമടക്കി ഇത് കെട്ടിയിട്ട് ചുമന്ന് നടക്കുകയാണെന്ന് സങ്കല്പിക്കുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് 12000 മലക്കുകളെ പറഞ്ഞേക്കും. അവരുടെ കൈകളിലെല്ലാം പ്രകാശത്താലുള്ള യുദ്ധായുധങ്ങളുണ്ടാകും. അവർ അയാൾക്ക് അംഗരക്ഷകരായിരിക്കും. പരീക്ഷണങ്ങളിൽ നിന്നും ആഫത്തുകളിൽ നിന്നുമെല്ലാം അയാളെ അവർ രക്ഷിക്കും. അയാൾക്ക് അല്ലാഹു നല്ല അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ നോക്കൂ, ഇതൊന്നും പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കൂല. ഇത് സ്ഥിരമായി പതിവാക്കുന്നവരാണെങ്കിൽ അയാൾക്ക് ചുറ്റും ഒരു പ്രകാശവലയം സംരക്ഷകനായിട്ടുണ്ടാകും. ആത്മീയ ലോകത്ത് വലിയ കാവലായിരിക്കും അവനുണ്ടായിരിക്കുക. അതുകൊണ്ട് ഈ 10 ഖാഫുകളുള്ള 5 ആയത്തുകൾ ഓതുന്നതിലൂടെ ശത്രുക്കളെല്ലാം നമ്മുടെ മുമ്പിൽ കീഴടങ്ങും. ശക്തിയും പ്രതാപവും സ്ഥാനവുമെല്ലാം വർദ്ധിക്കും. 600 സുൽത്താൻമാരുടെ നീതി അയാൾക്ക് അല്ലാഹു കനിഞ്ഞരുളും. അമീറുമാരും ജഡ്ജിമാരും ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന മന്ത്രിമാരൊക്കെ അത്തരം ഫീൽഡുകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉന്നതമായ സ്ഥാനങ്ങളിൽ നിന്ന്, ഉന്നതരായ വ്യക്തിത്വങ്ങളിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കപ്പെടേണ്ട ആളുകളൊക്കെ ആണെങ്കിൽ ഇയാളൊന്ന് പറയുമ്പോഴേക്ക് കാര്യങ്ങൾ സാധിച്ചു കിട്ടും. പക്ഷേ ഇതിന് ചില പത്യങ്ങളുണ്ട്, ചില ഉപാധികളുണ്ട്. അതനുസരിച്ച് കൃത്യമായി പതിവാക്കണം. നമ്മളൊരു MLA-യുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്, നമ്മളൊരു മന്ത്രിയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ തൊട്ട് മുകളിലുള്ള ഒരു പൊസിഷനിലുള്ള ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്, നമ്മുടെ ബോസുമായിട്ട്. നമുക്ക് അയാളിൽ നിന്ന് കാര്യം സാധിച്ചു കിട്ടണം. പക്ഷെ കൂടുതലൊന്നും അയാളെ ഫോഴ്സ് ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റുന്നില്ല. എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ ഈ ആയത്ത് മുറുകെ പിടിക്കാവുന്നതാണ്, വലിയ ഫലം ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു വലിയ മഹാൻ പറയുന്നുണ്ട്, റിജാലുൽ ഗൈബ്, അബ്ദാൽ, ഔതാദ്, ഖുതുബ് എന്നിങ്ങനെ വിവിധ വിഭാഗത്തിൽപ്പെട്ട 4000 ഔലിയാക്കൾ ഈ ആയത്തുകൾ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഒരു വലിയ മഹാൻ പറയുന്നുണ്ട്. അവ പതിവായി ഓതുകയും ഈ 10 ഖാഫുകളുള്ള 5 ആയത്തുകളുടെ കളം അത് എഴുതി ചുമക്കുകയും ചെയ്താൽ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും അയാൾക്ക് അല്ലാഹു വലിയ സ്വാധീനം നൽകും. അയാൾക്ക് അല്ലാഹു വലിയ സ്ഥാനങ്ങൾ നൽകും. അയാൾക്ക് അല്ലാഹു വലിയ ഖൈറുകൾ നൽകും. ഇങ്ങനെ ഈ ആയത്തുകളെക്കുറിച്ച് പറഞ്ഞാൽ നിർവചിക്കാൻ കഴിയാത്ത അത്രയും മഹത്വമുണ്ട്. ഈ ആയത്തുകൾ പതിവായി ഓതുകയും ഇവയുടെ കളം എഴുതി ചുമക്കുകയും ചെയ്താൽ സിഹ്ർ, ഐന്, ശൈത്വാനീയത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇത്തരം തടസ്സങ്ങളെ തൊട്ടൊക്കെ അല്ലാഹു അവന് വലിയ സുരക്ഷിതത്വം നൽകും. അയാൾക്ക് അല്ലാഹു ഒരു ജിന്നിൻ്റെ സഹായം നൽകും എന്നും വരെ പറഞ്ഞ സ്വാലിഹീങ്ങളുണ്ട്. ഒരു ജിന്നിൻ്റെ സഹായം അവനറിയാത്ത രൂപത്തിൽ അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഔലിയാക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുകയും ചെയ്യും. ഖുർആൻ പറയുന്നത് പോലെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ആയത്തുകൾ, അതിൻ്റെ മാസ്മരിക വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളൊക്കെ ഈ ആയത്ത് കാരണമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. മഹാനരായ ഷെയ്ഖ് ഷാദുലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മഹാനവർകളൊരിക്കൽ കുത്തുബിനെ കണ്ടു എന്നുള്ളതാണ്. കുത്തുബിനെ കണ്ടപ്പോൾ മഹാനവർകൾ അദ്ദേഹം പറഞ്ഞു, ആ കുത്തുബ് പറഞ്ഞു, ഈ 5 ആയത്ത് ഓതുകയും അതിൻ്റെ അക്ഷരങ്ങൾ ബസ്തു ചെയ്ത് കളമടക്കിയത് ശരീരത്തിൽ ചുമക്കുകയും ചെയ്യുക. അതിൻ്റെ പൊരുളുകളെക്കുറിച്ച് എന്താണെന്ന് ഞാൻ ചോദിക്കുകയാണ്. ഷാദുലി റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ ആ മഹാനവറുകൾ മറുപടി പറയാണ്, ഇത് പതിവാക്കിയാൽ അയാൾക്ക് അല്ലാഹു ശത്രുക്കളിൽ നിന്നും, അസൂയക്കാരിൽ നിന്നും, ചതിയന്മാരിൽ നിന്നും, സാഹിരീങ്ങളിൽ നിന്നും, ആയിനീങ്ങളിൽ നിന്നും, ഫത്താനീങ്ങളിൽ നിന്നും, മുഫ്സിരീങ്ങളിൽ നിന്നും അല്ലാഹു അവന് വലിയ കാവൽ നൽകുന്നതാണ്. അവരുടെ പ്രവർത്തനങ്ങളൊന്നും അവനേൽക്കുകയില്ല. അങ്ങനെ അവനിതിങ്ങനെ പതിവാക്കി പോകുകയാണെങ്കിൽ ഒരുപാട് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് ലഭിക്കുകയും ഖുതുബിൻ്റെ പദവിയിലേക്ക് അവൻ എത്തുകയും ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ലഭിച്ച ഒരു ആയത്ത് കൂടെയാണ് ഈ ആയത്തെന്ന് പറയുന്നത്. ഈ ആയത്ത് 10 ഖാഫുകളുള്ള ഈ 5 ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ ഡിസ്പ്ലേയിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇതെന്ത് ചെയ്യണം, പതിവാക്കണം. പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കും. ഇത് സ്വദേശത്തും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, അവർക്കൊക്കെ ഒരുപാട് ഐനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സിഹ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത്തരം പ്രശ്നങ്ങളിലൊക്കെ ഇത് വലിയ മുതൽക്കൂട്ടാകും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ 5 ആയത്തുകൾ നാട്ടിലും യാത്രയിലും യുദ്ധത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതാറുണ്ടായിരുന്നു.
അങ്ങനെ നിഷേധികളെയും കപടന്മാരെയും എല്ലാം അവിടുന്ന് തോൽപ്പിച്ചു. അള്ളാഹു അവിടത്തേക്ക് വലിയ വിജയം നൽകി. ഈ ആയത്തുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഓതാറുണ്ടായിരുന്നു. 50 ഖാഫുകളുള്ള ഈ 5 ആയത്തുകൾ, ഓരോ ആയത്തുകളിലും 10 ഖാഫുകൾ ഉണ്ടാകുമ്പോൾ ടോട്ടൽ 50 ആയത്തുകൾ. 50 ആയത്തുകളുള്ള ഈ 5 ആയത്തുകൾ വെള്ളിയാഴ്ച എഴുതിയിട്ട് മായ്ച്ചു കുടിച്ചാൽ അതോടൊപ്പം അയാളുടെ ഉള്ളിലേക്ക് കടക്കുന്നത് 1000 രോഗശമനമാണ്, 1000 ഔഷധങ്ങളാണ് കടക്കുന്നത്. അവൻ്റെ ശരീരത്തിൽ അവനറിയാതെ കിടന്നിരുന്ന വയറുമായി ബന്ധപ്പെട്ടത്, കിഡ്നിയുമായി ബന്ധപ്പെട്ടത്, ഹൃദയവുമായി ബന്ധപ്പെട്ടത്, ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അവയവങ്ങളുമായി ബന്ധപ്പെട്ട് അവനറിയാതെ അവൻ്റെ ശരീരത്തിൽ കഴിഞ്ഞുകൂടുന്ന രോഗങ്ങൾ, രോഗാണുക്കൾ, വൈറസുകൾ, ബാക്ടീരിയകൾ, അങ്ങനെയുള്ള 1000 രോഗത്തിനത് ശിഫയാണ്. 1000 റഹ്മത്ത് അവന് നൽകും, 1000 കനിവ് അവന് നൽകപ്പെടും, 1000 യഖീൻ അവന് നൽകപ്പെടും, 1000 കരുത്തും 1000 പ്രകാശവും അവന് നൽകപ്പെടും. അതോടൊപ്പം തന്നെ അയാളിൽ നിന്ന് എല്ലാവിധ രോഗങ്ങളും ദുഃഖദുരിതങ്ങളും അസൂയകളും നീക്കം ചെയ്യപ്പെടുകയും ചെയ്യും. അവൻ നല്ല ഹൃദയശുദ്ധിയുള്ള ഒരു പരിവസ്ഥയിലേക്ക് അവൻ എത്തുകയും ചെയ്യും. അപ്പോൾ ഈ 10 ഖാഫുകളുള്ള 5 ആയത്തുകളുടെ ശ്രേഷ്ഠത വലിയ മഹത്വമുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഡിസ്പ്ലേയിൽ കൃത്യമായി എഴുതി കാണിക്കുന്നുണ്ട്. ഒരിക്കൽ മഹാനരായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഞാൻ ചെറുപ്പം മുതലേ വളരെ പാപിയായി വളർന്നവരാണ്, ഇപ്പോൾ വാർദ്ധക്യത്തിലെത്തി. അതിനാൽ എനിക്കെന്തെങ്കിലും ഉപദേശിച്ചു തന്നാലും അതുകൊണ്ട് എൻ്റെ പാപങ്ങൾ പൊറുക്കണം, ആയുസ് നീളണം, മുറാദ് ഹാസിലാകുകയും വേണം. എന്താണ് ആവശ്യം പറഞ്ഞത്? എൻ്റെ ദോഷങ്ങൾ പൊറുക്കണം, എനിക്ക് ദീർഘായുസ് വേണം, എൻ്റെ നല്ല നിയ്യത്തുകൾ പൂർത്തീകരിച്ച് കിട്ടണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ഈ 5 ആയത്തുകൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതോതുകയും ഇത് ബസ്തു ചെയ്ത ഇതോതുകയും ഇതുമായി ബന്ധപ്പെട്ടത് സൂക്ഷിക്കുകയും ചെയ്യുക, എന്നാൽ ആയുസ് നീളുകയും പാപങ്ങൾ പുറത്തു കിട്ടുകയും ചെയ്യും എന്നുള്ളത്. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 5 ആയത്തുകളെക്കുറിച്ച് തഫ്സീറിൻ്റെ ചില കിതാബുകളിലൊക്കെ വളരെ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയത് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ 5 ആയത്തുകൾ ഏതൊക്കെയാണെന്ന് പറയാൻ പോവാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിലും ഈ 5 ആയത്തുകൾ എഴുതി സൂക്ഷിക്കുക. കണ്ണേറ് തട്ടാതിരിക്കാൻ ഒരു അമൂല്യ നിധിയാണിത്. സിഹറിനെ തൊട്ടുള്ള കാവലിനുള്ള ഒരു അമൂല്യ നിധിയാണിത്. വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിൽ 4 ആയത്തുകൾ തുടരെയുള്ള 4 അധ്യായങ്ങളിലുള്ളതാണ്. അഥവാ അൽ-ബഖറ മുതൽ മാഇദ വരെയുള്ള 4 അധ്യായങ്ങളിൽ. 5-ാമത്തേത് സൂറത്തു റാഅദിലാണ്, റാഅദ് സൂറത്തിൽ. ഓരോ ആയത്തിലുമുണ്ട് 10 ഖാഫുകൾ. ആ 10 ഖാഫുകളുള്ള 5 ആയത്തുകൾ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ വലിയ നേട്ടങ്ങൾ. അപ്പോൾ ഏത് ദിവസങ്ങളാണ് നമ്മൾ ചെല്ലേണ്ടത്? ദിവസവും കാലത്തും വൈകുന്നേരവും, രാവിലെയും വൈകുന്നേരവും, സുബഹിക്ക് ശേഷം മഗ്‌രിബിന് ശേഷം ചൊല്ലാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചൊല്ലുക. അല്ലാത്തവർ ദിവസത്തിൽ ഒരു തവണയെങ്കിലും സുബഹിക്കോ മഗ്‌രിബിന് ശേഷമോ ചൊല്ലുക. എങ്ങനെയാണ് നമുക്ക് ചൊല്ലാൻ പറ്റുന്നത്? ആ രൂപത്തിൽ ചൊല്ലുക. അങ്ങനെ പതിവാക്കുന്നത് നമുക്ക് ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും സാധിച്ചെടുക്കാൻ കാരണമാകും. ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ആ ആയത്തുകൾ ഓരോന്നും നമുക്ക് ചർച്ച ചെയ്യാം. ഏതാണ് ആയത്തുകൾ എന്നുള്ളത് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. നമ്മളിത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത് ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇതിൻ്റെ നല്ല ക്ലിയർ ഉള്ള ഇമേജ് ഇടുന്നുണ്ട്. യൂട്യൂബിലൂടെ നിങ്ങൾക്ക് കാണുമ്പോൾ പക്ഷേ അത്ര ക്ലിയർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. 1-ാമത്തെ ആയത്ത് എന്ന് പറയുന്നത് സൂറത്തുൽ ബഖറയിലെ 246-ാമത്തെ ആയത്ത്. 1-ാമത്തെ ആയത്ത് എന്ന് പറയുന്നത് സൂറത്തുൽ ബഖറയിലെ 246-ാമത്തെ ആയത്താണ്. ഏതാണ് ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ ഇലൽ മലഇ മിൻ ബനി ഇസ്രായീല മിൻ ബഅദി മൂസാ ഇദ് ഖാലൂ ലിനബിയ്യിൻ ലഹു മുബ്അസ് ലനാ മലിക്കൻ നുഖാതിൽ ഫീ സബീലില്ലാഹ് ഖാല ഹൽ അസൈതും ഇൻ കുതിബ അലൈക്കുമുൽ ഖിതാലു അല്ലാ തുഖാതിലൂ قالوا وما لنا ألا نقاتل في سبيل الله وقد أخرجنا من ديارنا وأبنائنا فلما كتب عليهم القتال تولوا إلا قليلا منهم والله عليم بالظالمين.
ഈ ആയത്താണ്. ഈ ആയത്ത് ഓതിക്കഴിഞ്ഞ ഉടനെ ഖദീറുൻ അലാമ യുരീദ് എന്ന് 3 പ്രാവശ്യം ചൊല്ലണം. എന്താ ചൊല്ലേണ്ടത്? ഖദീറുൻ അലാമ യുരീദ്, ഖദീറുൻ അലാമ യുരീദ് എന്ന് 3 പ്രാവശ്യം ചൊല്ലണം. രണ്ടാമത്തെ ആയത്ത് ഇപ്പം 5 ഖാഫുകളുള്ള 10 ആയത്ത്, ഇതിലിപ്പോൾ 10 ഖാഫുകളുള്ള 5 ആയത്ത്. ഇനി 10 ഖാഫുകളുള്ള 5 ആയത്തുകളിൽ ഒന്ന് പറഞ്ഞു. ഇനി 10 ഖാഫുകളുള്ള 5 ആയത്തുകളിൽ രണ്ടാമത്തേത് അത് സൂറത്തു ആലി ഇമ്രാൻ സൂറത്തിലെ 181 ആയത്താണ്. നിങ്ങൾക്കിപ്പോൾ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടാവും ആയത്ത്, 181 ആയത്ത്. لقد سمع الله قول الذين قالوا إن الله فقير ونحن أغنياء سنكتب ما قالوا وقتلهم الأنبياء بغير حق ونقول ذوقوا عذاب الحريق. ഇതിലും 10 ഖാഫുകളുണ്ട്. അപ്പോൾ 10 ഖാഫുകളുള്ള 2 ആയത്തുകൾ പറഞ്ഞു. ഇനി 10 ഖാഫുകളുള്ള 3-ാമത്തെ ആയത്ത്, ഇങ്ങനെ 5 ആയത്തുകളാണ് ഉള്ളത്. 3-ാമത്തെ ആയത്ത് 10 ഖാഫുകളുള്ള 3-ാമത്തെ ആയത്ത്. അപ്പോൾ ഓരോ ആയത്ത് കഴിഞ്ഞിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു ഇസ്മു ഇത് ചേർത്ത് ചൊല്ലാനുണ്ട്. ആദ്യത്തിൽ നമ്മൾ പറഞ്ഞു, രണ്ടാമത്തിൽ ഖവിയുല്ലാ യഹ്താജു ഇലാ മുഈൻ, അതാണ് ചൊല്ലേണ്ടത്. ഖവിയുല്ലാ യഹ്താജു ഇലാ മുഈൻ, ഖവിയുല്ലാ യഹ്താജു ഇലാ മുഈൻ. അത് നമ്മൾ എഴുതിയിട്ടില്ല, നമ്മളിവിടെ ഇമേജ് കാണിക്കാൻ പറ്റിയിട്ടില്ല. റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പോൾ രണ്ടാമത്തെ ആയത്ത് കഴിഞ്ഞിട്ട് അതാണ് ചൊല്ലേണ്ടത്. മൂന്നാമത്തത് സൂറത്തുൻ നിസായിലെ 77-ാമത്തെ ആയത്താണ്. എങ്ങനെയാണ് ഓതുക? അലം തറ ഇലല്ലദീന ഖാലു, സൂറത്തുൻ നിസായിലെ 77-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ ഇലല്ലദീന ഖീല ലഹും കുഫു ഐദിയകും വഅഖീമുസ് സ്വലാത വആതുസ് സകാ فلما كتب عليهم القتال إذا فريق منهم يخشون الناس كخشية الله أو أشد خشية وقالوا ربنا لم كتبت علينا القتال لولا أخرتنا إلى أجل قريب قل متاع الدنيا قليل والآخرة خير لمن اتقى ولا تظلمون فتيلا. ആയത്തങ്ങ് ഓതിക്കഴിഞ്ഞിട്ട് ഖഹാറുൽ ലിമൻ ത്വഗാ വഅസാ 3 പ്രാവശ്യം, ഖഹാറുൽ ലിമൻ ത്വഗാ വഅസാ, ഖഹാറുൽ ലിമൻ ത്വഗാ വഅസാ എന്ന് 3 പ്രാവശ്യം ചൊല്ലണം. ഇതാണ് 10 ഖാഫുകളുള്ള 5 ആയത്തുകളിൽ 3-ാമത്തെ ആയത്ത് ഇതാണ്. ഇനി 4-ാമത്തെ ആയത്ത്, അത് കഴിഞ്ഞാൽ പിന്നെ ഒരായത്ത് കൂടെ. ഇത് സൂറത്തുൽ മാഇദയിലെ 27-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്ലു അലൈഹിം നബഅ ബനി ആദമ ബിൽ ഹഖ് ഇദ് ഖറബാ ഖുർബാനൻ ഫതുഖുബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖരി ഖാല ലഅഖ്തുലന്നക ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഇത് സൂറത്തുൽ മാഇദയിലെ 27-ാമത്തെ ആയത്ത് കഴിഞ്ഞാൽ ഖുദ്ദൂസുൻ യഹ്ദീ മൻ യശാ, ഖുദ്ദൂസുൻ യഹ്ദീ മൻ യശാ, ഖുദ്ദൂസുൻ യഹ്ദീ മൻ യശാ. ഇതിങ്ങനെ 3 തവണ ചൊല്ലണം. അവസാനത്തത് സൂറത്തുർ റഅദിലായത്താണ്. ഇപ്പം ഇതിൽ ആദ്യത്തെ 4 ആയത്തുകൾ തുടരെയുള്ള സൂറത്തുൽ ബഖറ, സൂറത്തു ആലി ഇമ്രാൻ, സൂറത്തുൽ മാഇദ, സൂറത്തുൽ നിസാ, സൂറത്തുൽ മാഇദ, ഇങ്ങനെ തുടരെയായിട്ടുള്ള സൂറത്തുകളിലാണ്. അവസാനത്തേത് സൂറത്തുർ റഅദിലെയാണ്. ഏതാണ് ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
قل من رب السماوات والأرض قل الله قل أنا قل أفاتخذتم من دونه أولياء لا يملكون لأنفسهم نفعا ولا ضرا قل هل يستوي الأعمى والبصير أم هل تستوي الظلمات والنور أم جعلوا لله شركاء خلقوا كخلقه فتشابه الخلق عليهم قل الله خالق كل شيء وهو الواحد القهار. ഈ ആയത്ത് ഇങ്ങനെ ഓതിക്കഴിഞ്ഞ് ഖയ്യൂമു യർസുഖു മൻ യശാഉൽ ഖുവ്വ ഖയ്യൂമു യർസുഖു മൻ യശാഉൽ ഖുവ്വ ഖയ്യൂമു യർസുഖു മൻ യശാഉൽ ഖുവ്വ. ഇതിങ്ങനെ ആത്മാർത്ഥമായിട്ട് 3 തവണ ചൊല്ലണം. ഇങ്ങനെ ഈ 5 ആയത്തുകൾ, ഇതിപ്പോൾ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടാണ് വൈകിയത്. ഈ 5 ആയത്തുകൾ ശരിക്കും ഓതാൻ ഇത്ര സമയമൊന്നും ആവശ്യമില്ല. നമ്മൾ സാധാരണ ഓതുന്ന പോലെ സാവധാനത്തിൽ തെറ്റക്ഷരത്തെറ്റ് കൂടാതെ എന്നാൽ ഒരു മീഡിയം സ്പീഡിലൊക്കെ ഓതിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇത് ഓതിത്തീരുകയും ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. നമ്മൾ മുമ്പ് ഈ ഒരു 5 ആയത്തുകൾ 10 ഖാഫുകളുള്ള 5 ആയത്തുകളെ കുറിച്ച് നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. പല ആളുകളും ഇത് പതിവാക്കി വരുന്നവരുമാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല. നല്ല മഹത്വമുള്ള, വളരെയധികം ശ്രേഷ്ഠതയുള്ള പല മഹാന്മാരിലൂടെയും പല മശായിഖുമാർക്കും സൂഫിയാക്കൾക്കും ഔലിയാക്കൾക്കൊക്കെ ലഭിച്ചിട്ടുള്ള വളരെ ശ്രേഷ്ഠമേറിയ ആയത്ത് കൂടെയാണിത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ ബറക്കത്ത് ലഭിക്കാൻ അത് കാരണമാകുന്നുള്ളതാണ്. നമ്മൾ ഓരോ വിഷയങ്ങളിലും പ്രതിസന്ധികളിലാണ്, പ്രയാസങ്ങളിലാണ്, ബുദ്ധിമുട്ടുകളിലാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് വലിയ രക്ഷയും സമാധാനമൊക്കെ ലഭിക്കാൻ ഇത് വലിയ കാരണമാകും. അപ്പോൾ നിങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുക. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് ഇത് പകർത്തിയ കുറേ ആളുകളുണ്ട്, ഇത് ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച ആളുകൾ. ഒരുപക്ഷെ കാണാതെ പഠിച്ചവരൊക്കെ ഉണ്ടാകും. ഒന്നറിയിക്കണം, ഇത് മുമ്പ് പഠിച്ചവരും മനസ്സിലാക്കിയവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇൻഷാ അല്ലാഹ് നമ്മൾ 1-2 തവണ ഇതിനെക്കുറിച്ച് 1 വർഷം മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല ആളുകളും അതിൻ്റെ സ്ക്രീൻഷോട്ട്, ഈ ആയത്തുകളൊക്കെ ഏതാണെന്നൊക്കെ അത് ക്ലിയർ ഇല്ല എന്നോട് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഞാനിവിടെ വീഡിയോയിൽ പറയുന്ന ഏതു വീഡിയോസിൻ്റെയും ഇമേജസ് നമ്മൾ അത് ഇൻസ്റ്റയിൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അത് അവിടെ അപ്ഡേറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാട്സപ്പിലൂടെ അയച്ചാൽ അത് ഡിലീറ്റായി പോകും. ഇൻസ്റ്റഗ്രാമിലെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഏതു കാലത്ത് നിങ്ങൾക്ക് എപ്പോൾ എടുത്തു നോക്കിയാലും അവിടെ അത് ഉണ്ടാകും. അതുകൊണ്ടാണ് അത് അവിടെ നമ്മൾ പ്രത്യേകം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയാൽ കാണാൻ സാധിക്കും. നല്ല ദിക്റുകളുമായിട്ടും ആയത്തുകളുമായിട്ടും എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനിലെ അതിവിശിഷ്ടമായ ചില ആയത്തുകളുണ്ട്, ആയത്തുകൾ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില ദിക്റുകളും ദുആകളും ഉണ്ട് നമ്മുടെ പ്രയാസങ്ങളിൽ സലാമത്ത് ലഭിക്കാൻ. അത് പതിവാക്കുക. അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കാതെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക. ദിവസവും ചുരുങ്ങിയത് രാവിലെയും വൈകുന്നേരവും, അല്ലെങ്കിൽ രാവിലെ മാത്രമോ വൈകുന്നേരം മാത്രമോ അത് ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുക. അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കാത്തവർ വളരെ പെട്ടെന്ന് തന്നെ കാണാതെ പഠിച്ചതിലേക്ക് ഇറങ്ങുക. ചെറിയ രൂപത്തിലുള്ള റിയാദയെങ്കിലും പൂർത്തിയാക്കി വീട്ടുക. 5 വഖത്ത് ഫർദ് നിസ്കാരം ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക. ഹറാമിൽ നിന്ന് പരമാവധി മാറി നിന്ന് ജീവിക്കുക. അള്ളാഹു നമുക്ക് വലിയ ബറക്കത്ത് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.